ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചിക്കൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയായിട്ട് വന്നിട്ടോ. എന്താ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയായിട്ട് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. എന്താ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്താ പറയുക, നല്ലൊരു ടേസ്റ്റാണ്. ചപ്പാത്തിക്കും അതുപോലെ ദോശക്ക്, പൊറോട്ടയൊക്കെ കഴിക്കാൻ വേണ്ടി നല്ലൊരു എന്താ പറയുക ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ ഉണ്ടാവും, ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3/4 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് മസാല തേച്ചിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം വെക്കണം കേട്ടോ. അപ്പോൾ അതിന് ആദ്യം ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കാശ്മീരി ഉണ്ടെങ്കിൽ കാശ്മീരി അധികം ഇട്ട് കൊടുക്കുക. ഞാൻ രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ആക്കിയ പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1.5 സ്പൂൺ നിറയെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അധികം വേണ്ട, ചെറുതായിട്ട് മതി. പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ പകുതിയോളം പിഴിഞ്ഞിട്ടിട്ട് ഒരു ടീസ്പൂൺ നിറയുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂട്ടി കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു 2 മണിക്കൂറോളം വെക്കണം കേട്ടോ. ഇത് എത്ര സമയം വെക്കുന്ന അത്രയും നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കതിന് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 മണിക്കൂർ വെച്ചിട്ട് ഞാൻ എടുത്തിട്ട്, എനിക്ക് സമയമില്ലാത്തത് ഞാൻ കുറച്ച് സമയം വെച്ചിട്ടുള്ളൂ. അത് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നത്. വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ ഉള്ളൊരു വെളിച്ചെണ്ണ എടുക്കുക, അല്ലാത്തൊരു ഓയിലോ ഇഷ്ടമുള്ള എണ്ണ എടുത്താൽ മതി. വെളിച്ചെണ്ണയിലുള്ള എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വെളിച്ചെണ്ണ ഒരു ഇതൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടാവാതെ നന്നായിട്ട് ചൂടായി, അതുകൊണ്ട് ഇട്ട് കൊടുത്തുകൊണ്ട് ശരിക്കൊന്നും ആയിട്ടില്ല. നന്നായിട്ട് ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരണം കേട്ടോ ചിക്കന്. ഈ പാത്രം ഞാൻ ഇടയ്ക്ക് വാങ്ങിയ പാത്രം, നല്ല പാത്രം കേട്ടോ. കരിയാതെ തന്നെ, അടിക്കൊന്നും പിടിക്കാതെ നല്ലൊരു കട്ടിയുള്ള പാത്രമാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഫ്രൈ ആക്കുന്ന സാധനം എല്ലാം എന്താ പറയുക കരിയാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. എല്ലാം നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചട്ടിയിൽ തന്നെ, നമ്മൾ വെളിച്ചെണ്ണ ഫ്രൈ ആക്കി എടുത്തത്, അപ്പോൾ ആ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ മാറ്റിയിട്ട് ബാക്കിയുള്ള എണ്ണയിൽ നമുക്കിതൊന്ന് കുറച്ച് മസാല ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു ചെറിയുള്ളിയാണ് വേണ്ടത് കേട്ടോ. പക്ഷേ അതിനകത്ത് ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വലിയൊരു സവോള എടുത്ത കേട്ടോ. ചെറിയുള്ളി ആകുമ്പോൾ ഒരു 10-30 വേണ്ട വരും കേട്ടോ. ചെറിയുള്ളി കുറച്ചുള്ളതുണ്ടല്ലോ, അത് ഞാൻ ഇട്ടുകൊടുത്ത്. ചെറിയുള്ളിയിലാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തക്കാളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മസാല കൂട്ടുമ്പോൾ ചിക്കന് മസാല കൂട്ടുന്ന സമയത്ത് ഇട്ട് കൊടുത്തിരുന്നു. ഇതിലും കുറച്ച് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഉള്ളി നന്നായിട്ട് വാടി നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി തന്നെ, കാശ്മീരി ആണെങ്കിൽ കാശ്മീരി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇച്ചിരി ഗരം മസാല, കുറച്ചൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതൊരു 1-2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവുള്ള റെസിപ്പിയാണ്. എരിവ് അധികം വേണ്ടാത്തവർ പിന്നെ മുളകിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിന് മഞ്ഞൾപ്പൊടി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഈ മസാലയുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ.
പിന്നെ അതിലേക്ക് ഞാനൊരു 4 ടീസ്പൂണ് ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കച്ചപ്പ് ഇല്ലാത്തൊരു 2 തക്കാളി നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് അതിൻ്റെ മണമൊക്കെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് ഏകദേശം മൂത്ത് വന്നിട്ട് അതിലേക്ക് ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഗ്ലാസിൻ്റെ അളവ് അതുകൊണ്ട് പറഞ്ഞു തന്നെ, വെള്ളത്തിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ച ചിക്കനില്ല, അത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ചൂടാക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനൊരു നേരത്തെ എടുത്ത ചെറുനാരങ്ങേൻ്റെ പകുതി മാറ്റി വെച്ച്, നേരത്തെ പിഴിഞ്ഞ് വെച്ച ചെറുനാരങ്ങേൻ്റെ പകുതിയും കൂടെ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എല്ലാവരും ചെയ്ത് നോക്കാത്തതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് 3/4 കിലോ ചിക്കൻ്റെ അളവാണ് മസാലയൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കുറവ് എടുക്കുന്നെങ്കിൽ മസാലയൊക്കെ കുറച്ച് കൊടുക്കുക. കൂടുതൽ എടുക്കുന്നതിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ കൊണ്ടിട്ട് റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാനൊരു 3-4 വറ്റൽമുളക് ഒന്ന് എണ്ണക്കകത്തിട്ട് വാട്ടി വെച്ചിരുന്നു കേട്ടോ. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ കൊണ്ടാട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.